പെൻഡുലൈൻ ടിറ്റ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു കൂട്ടം പക്ഷികളുണ്ട്. വെളച്ചിൽ പിടിച്ച പക്ഷികൾ. റെമിസിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്ന പക്ഷികളാണ് കേട്ടോ ഈ പെൻഡുലൈൻ ടിറ്റ്സ്. ഇവരെ എന്തുകൊണ്ടാണ് വെളച്ചിൽ പിടിച്ച പക്ഷികൾ എന്ന് പറഞ്ഞതെന്നോ അതിവരുടെ കൂട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചെടികളുടെ നാരും പഞ്ഞിയും മറ്റ് അസംസ്കൃത വസ്തുക്കളും കൊണ്ട് മരക്കൊമ്പിൽ ഒരു പെൻഡുലം പോലെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കൂടുകളാണ് ഇവർ ഉണ്ടാക്കാറുള്ളത്. ഇവരുടെ കൂടുകൾക്ക് ഈ കാണുന്നത് പോലെ 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഒന്ന് ഒറിജിനലും മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റും. തങ്ങളുടെ കൂട്ടിൽ അതിക്രമിച്ചു കയറി കുഞ്ഞുങ്ങളെയും മുട്ടകളെയും ശാപ്പിടുന്ന പാമ്പുകളെ പോലെയുള്ള ഇരപിടിയന്മാരെ കബളിപ്പിക്കാനാണ് ഈ ട്രിക്ക്. ഇത് നോക്കിക്കേ, ഇതാണ് കൂടിന്റെ ഒരു പ്രവേശന കവാടം. പക്ഷേ ഇതിലൂടെ ഒരിക്കലും ആ കൂടിനുള്ളിൽ പ്രവേശിക്കാനാവില്ല. ഇതിലൂടെ കയറിയാൽ കൂടിനുള്ളിൽ എത്തുന്നതിന് പകരം ഒഴിഞ്ഞ ഒരു ചെറിയ അറയിലേക്കാണ് എത്തുക. ഈ കവാടം വഴി പ്രവേശിക്കുന്ന ഇരപിടിയന്മാർ ഈ ശൂന്യമായ സ്ഥലം കണ്ട് ഈ കൂട്ടിൽ ആരുമില്ലെന്ന് വിചാരിച്ച് തിരികെ പോകും. ഈ ഡ്യൂപ്ലിക്കേറ്റ് കവാടത്തിന്റെ തൊട്ടുമുകളിലായി കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇതാണ് കൂടിന്റെ യഥാർത്ഥ വാതിൽ, ദ ഒറിജിനൽ ഡോർ. ഇതുവഴിയാണ് പക്ഷികൾ അവരുടെ കൂട്ടിലേക്ക് പ്രവേശിക്കുക. പെട്ടെന്ന് കണ്ടാൽ ഇത് കൂട്ടിലേക്കുള്ള വാതിലാണെന്ന് തോന്നുകയില്ല. കൂടിന്റെ അകത്ത് കയറിയതിനു ശേഷവും പുറത്ത് ഇറങ്ങിയതിനു ശേഷവും ശ്രദ്ധാപൂർവം പക്ഷികൾ ഈ കവാടം അടച്ചുവെക്കുന്നു. ഇതൊക്കെ പോട്ടെ, ഇരപിടിയന്മാരെ കാണിക്കാനായിട്ടുള്ള ഇവരുടെ ആക്ടിംഗ് ആണ് അപാരം. ഇരപിടിയന്മാരെ മറ്റുള്ള ജീവികളെയും തെറ്റിദ്ധരിപ്പിക്കാനായി ഇവർ ഡ്യൂപ്ലിക്കേറ്റ് കവാടത്തിനുള്ളിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് പറഞ്ഞത് വെളച്ചിൽ പിടിച്ച കിളി.